പൂർവഗാമികൾ പറഞ്ഞത് നാം പറഞ്ഞപ്പോൾ ഈ പുളിയമ്പറമ്പ് പ്രദേശത്ത് വന്നുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനത്തെ റബ്ബ് ഈ ഭൂമിയിലേക്ക് വെച്ച സബബ് മുസബ്ബവാത്തുകളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് നമ്മളോട് ചോദിക്കുക. സത്യത്തിൽ നമ്മളോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ മഹത്വത്തെയാണ് ഈ മുസ്ലിയാർ ഇടിച്ചു താഴ്ത്തുന്നത്. ആ ചോദ്യം നിങ്ങൾ കേട്ടോളൂ. എന്താ ചോദിക്കുന്നത്? ഇവിടെ ചോദിച്ച ചോദ്യം അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്നതിനെ പരിഹസിക്കാം. നമുക്ക് മഴ വർഷിപ്പിക്കുന്നവനാരാ? ഓരോ കാര്യങ്ങൾ മരിപ്പിക്കുന്നവനാരാ? അള്ളാഹു. നാം മരിപ്പിക്കുന്ന അള്ളാഹു പറഞ്ഞിട്ട് പിന്നെ അസ്രായേലിന്റെ ആവശ്യമുണ്ടോ? അല്ല അത് പിന്നെ അതിങ്ങനെ അള്ളാഹു ഇങ്ങനെ ഒരാളെ നിയമിക്കാൻ പാടില്ല. അള്ളാഹുവിന് അടിമ പോരെ, അടിമക്ക് അള്ളാഹു പോരെ. മരിപ്പിക്കാൻ എന്തിനാ പിന്നെ ഒരു അസ്രായേല്? മഴ വർഷിപ്പിക്കാൻ എന്തിനാ ഒരു മീക്കായില്? ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിൽ കിട്ടിയത് എങ്ങനെയാ? എന്താ നമ്മുടെ എല്ലാവരും മനസ്സിലേക്ക് ഖുർആൻ തരാൻ അള്ളാഹ് കിട്ടിയില്ലേ? ഒരു 1 GB അല്ലെങ്കിൽ 4 GB ഒരു മെമ്മറി കാർഡിലാക്കിയിട്ട് അള്ളാഹ് തന്നൂടെ? എന്തിനാ അങ്ങനെ ആക്കുന്നത്? നമ്മുടെ മനസ്സിലിട്ടൂടെ അള്ളാഹ് കിട്ടിയില്ലേ? അള്ളാഹു എങ്ങനെ ഖുർആൻ ഇറക്കിയത്? മുത്തുനബിയിലേക്ക് ഇറക്കി. മുത്തുനബിയിലേക്ക് നേരിട്ട് കൊടുത്തോ? ഇല്ല. ആര് മുഖേന? മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് മുഹമ്മദ് നബിക്ക് അള്ളാഹു പോരെ? എടയിൽ എന്തിനാ ഒരു ജിബ്രീല്? ഇനി കണ്ടോ, ബദറിൽ അള്ളാഹു മുഅ്മിനീങ്ങളെ സഹായിച്ചു, അല്ലേ? ബദറിൽ മുഅ്മിനീങ്ങൾ അള്ളാഹു സഹായിച്ചു. എങ്ങനെ സഹായിച്ചത്? മലായികത്തിനെ ഇറക്കിക്കൊണ്ട്. എന്തേ? ബദരീങ്ങൾക്ക് മുത്തുനബിക്ക് അള്ളാഹു പോരെ? എന്തിനാ ബദരീങ്ങൾ ഇറക്കി കൊടുത്തത്? ഈ ചോദ്യം അങ്ങോട്ടയക്കേണ്ടത്. ഇവര് നാളെ ഈ പോക്ക് പോയ അള്ളാഹിനോട് ചോദിക്കും, പഠിച്ചോനെ അടിമക്ക് അള്ള പോരെ, പിന്നെ എന്തിനാ മലായികത്തുകൾ ഇറക്കിയത്? അല്ലെങ്കിൽ ഇപ്പൊ അബൂജഹലിനൊക്കെ എല്ലാം മലായികത്ത് വേണോ? ഇവര് പറയണ കേട്ട തോന്നി ഇപ്പൊ പടച്ചോൻ കുടുങ്ങി അബൂജഹലിനെ സൃഷ്ടിച്ചിട്ട് ആകെ അടങ്ങാറഞ്ഞൊരു മാർഗമില്ല. അപ്പൊ റസൂലുള്ളാഹിനോട് നിങ്ങളൊക്കെ പാടെ പോയിട്ട് എങ്ങനെയൊക്കെ കൊന്ന് ആ അബൂജഹലിനെ കൊല്ലു. അപ്പൊ റസൂലുള്ളാഹി സഹാബത്ത് പോയി, അപ്പൊ വിജയിക്കണില്ല. അപ്പൊ അല്ലാഹു തആല മലായികത്തോട്, മലക്കുകളെ ഞങ്ങൾ കുടുങ്ങിക്കാണ്, നിങ്ങളൊന്ന് ചെന്ന് സഹായിക്കും. എന്നാ അതിനർത്ഥം? എന്താണ് അതിന്റെ അർത്ഥം? ഇതിന്റെ അടിസ്ഥാനം പഠിക്കണ്ടേ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മതി, ഒരു തർക്കമല്ല. പക്ഷേ അള്ളാഹു കാര്യങ്ങൾക്കൊക്കെ ചില മാർഗങ്ങളും രീതികളും വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കണം. അതല്ലേ? അപ്പൊ എവിടേക്കാണത് കൊണ്ടുപോണത്? അവർ കൊണ്ടുപോകണ എവിടേക്കാണ്? ഈ ചോദ്യമൊക്കെ ചോദിക്കാണ് യുക്തിവാദം. എന്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ബദറില് അള്ളാഹു തആല കുടുങ്ങി, എന്താ അബൂജഹലും സംഘം ഇറങ്ങി. അപ്പൊ അടിമക്ക് അള്ളാഹു തആല പോരെ എന്ന് പറഞ്ഞപ്പോ ആ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? പിന്നെ അവസാനം കുടുങ്ങിയിട്ട് എങ്ങനെയെങ്കിലും അബൂജഹലിനെ കൊന്നേരി അല്ലെങ്കിൽ അവനെ തോൽപ്പിച്ചെറിയെന്ന് പറഞ്ഞിട്ടാണോ മലക്കുകൾ ഇറക്കി കൊടുത്തില്ലേ? സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് നേർക്കുനേരെ വന്നുകൊണ്ടല്ല അടിമകളുടെ ദുആക്ക് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നത്. ആണോ? നേർക്കുനേരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വന്നിട്ടാ ചെയ്തു കൊടുക്കുക? അല്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു നടപടി അതാണ്. അതിന് എന്താ ചെയ്യേണ്ടത്? ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സഹായം കിട്ടാൻ അങ്ങോട്ട് അല്ലാഹുവിന് ഇടയിൽ ആളെ വെച്ചുകൊണ്ട് തേടാനല്ല പറഞ്ഞത്. വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബു ലീ. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 186-ാമത്തെ സൂക്തത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞതാണെന്ത്? വൈദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കവർക്ക് റസൂലേ. കാരണം താങ്കളാണ് അല്ലാഹു തആലയുടെ ജലാലത്തും അവന്റെ തൗഹീദും അവന്റെ അസ്മാഉകളും അവന്റെ എല്ലാ മഹത്വവും പറഞ്ഞു കൊടുക്കാനുള്ളത്. അതുകൊണ്ട് അല്ലാഹു തആലയെ മാത്രം വിളിച്ചു തേടേണ്ടതിന്റെ, അല്ലാഹുവിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കേണ്ട. ഫഇന്നീ ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തു നിൽക്കുന്നവനാണ് അവരോട്. അതുകൊണ്ട് ആവശ്യങ്ങൾ എന്നോട് ചോദിക്കൂ. അതേ അല്ലാഹ് തന്നെയാണ് ഖുർആനിൽ പറഞ്ഞത്, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിലും ഭക്തിയിലും പരസ്പരം സഹായിച്ചോളി. ദുനിയാവില് സഹോദരങ്ങളെ, മനുഷ്യർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കലും ഇങ്ങോട്ട് ചോദിക്കലും അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് വാങ്ങലും, ഇതൊന്നും ഈ ഇസ്തിഗാസയുടെ ഈ സഹായത്തേട്ടത്തിന്റെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദയുടെ പരിധി വരൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ താഴ്വരയിൽ വെച്ചുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തത് എന്ത്? അല്ലാഹുമ്മ ഇൻ തഹ്ലിക ആദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർളി അബദാ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു എന്ന
ആ ആയത്ത് അങ്ങനെ തന്നെ സഹോദരങ്ങളെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്ത്? മറ്റുള്ളവരോട് ഭാര്യയോട് ഒട്ട് ചോദിച്ചാൽ, കടയിൽ പോയി പിന്നെ സാധനം വാങ്ങിയ, അതുപോലെ സ്വഹാബത്തിനോട് സഹായം, പിന്നെ ഭൗതികമായ സഹായങ്ങൾ, കാര്യങ്ങൾ ചോദിച്ച അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് ഈ സഹായം അള്ളാഹ്ക്ക് മാത്രമായി നൽകിയത്. അവിടെ എന്താ ഇബ്രാഹിം നബിനെ ഉൾപ്പെടുത്തിയില്ല? അവിടെ എന്തുകൊണ്ട് സഹോദരങ്ങളെ മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ വിളിച്ചൊരു തേട്ടം തേടിയില്ല? മറിച്ച് അള്ളാഹിനോട് മാത്രം. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ 1000 വരുന്ന മലക്കുകൾ അല്ലാഹു തആല ഇറക്കി. അപ്പൊ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഉടമസ്ഥതയിൽ നിന്ന് അവന്റെ അടിമകൾക്ക് ഇങ്ങോട്ട് നൽകുന്നതിൽ അല്ലാഹു തആല ചില ചര്യകളും അവന്റെ നടപടികളും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടും അതുപോലെ പോണെന്നാ മുസ്ലിയാർ പറഞ്ഞത്. അതിനെവിടെ തെളിവ്? അതിനെവിടെ ഖുർആനിലെ തെളിവ്? തൊള്ള പറഞ്ഞാൽ പോരാ. യുക്തിവാദം അല്ലാഹു തആലയുടെ മഹത്വത്തെ ചോദ്യം ചെയ്യുന്ന അല്ലാഹു തആല കുടുങ്ങിപ്പോയി, അല്ലെങ്കിൽ അള്ളന്തേ അങ്ങനെ ചെയ്തു, അല്ലാഹ് അലൈഹി സ്വലാഹു കാഫിന് അറിയില്ലേ, റസൂലുള്ളാഹിക്ക് അറിയില്ലേ എന്ന് ചോദിച്ച് കളിയാക്കിയോണ്ട് കാര്യമില്ല. നിങ്ങൾ സ്വാദിക്കീങ്ങളാണെങ്കിൽ തെളിവ് കൊണ്ടുവാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനില് അല്ലാഹു തആലയോട് മാത്രമായി തേടിയതിന്, അവനോട് ഈ ഇസ്തിഗാസ ചെയ്തതിന് ഒരു പേപ്പറിൽ അങ്ങ് എഴുതാൻ തുടങ്ങിയാൽ സഹോദരങ്ങളെ തീരാത്തത്ര പ്രാർത്ഥനകളുണ്ട്. എങ്കിൽ ഒരു പേപ്പറും ഒരു പേനയും കക്കുംപടി മുസ്ലിയാരെ ഞങ്ങളെ കയ്യിൽ തരാം. ഒരൊറ്റ ദുആ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൂടെ അല്ലാഹുവിന്റെ പടപ്പുകളാകുന്ന അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ ബീവിമാരോടോ തേടിയത് നിങ്ങൾ തരി. ഖുർആൻ പറഞ്ഞു എന്ത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു പടപ്പും അള്ളാഹുവിന്റെ കൂടെ അവന്റെ ആ റബ്ബിന് പുറമെ വിളിച്ചു തേടാൻ, ദുആ ചെയ്യാൻ, ഇബാദത്ത് ചെയ്യാൻ ഖുർആൻ നിങ്ങൾ തെളിവ് പരതിയാൽ ലാ ബുർഹാന ലഹൂബി, ഒരു ദുആ നിങ്ങൾക്ക് കിട്ടൂല, ഒരു തെളിവ് നിങ്ങൾക്ക് കിട്ടൂല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകൾ ഒരു മനുഷ്യൻ കിടക്കപ്പായിലേക്ക് തലവെക്കുന്നത് മുതൽ, അതുപോലെ തന്നെ എഴുന്നേറ്റ് തന്റെ ജീവിതത്തിന്റെ ക്രയവിക്രയങ്ങളിൽ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴെല്ലാമുള്ള ദുആകൾ മുഴുവനും റബ്ബനാ റബ്ബി അല്ലാഹുമ്മ എന്നാൽ. ഒരു ദുആ അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് ബദരീങ്ങളോട് തേടിയത് പറഞ്ഞോണ്ട, ഇബ്രാഹിം നബിയോട് തേടിയത് പറഞ്ഞോണ്ട, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോട് ദുആ ചെയ്ത് പറഞ്ഞോണ്ട, സ്വഹാബത്ത് ചെയ്തത് പറഞ്ഞോണ്ട. ലഈഫായ അല്ലെങ്കിൽ പിൽക്കാലത്ത് ചില തഫ്സീറുകളിൽ വന്നതാണെങ്കിലും ഒരിക്കലും അത് അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്ത് വന്ന് തേടാം എന്ന് ഒരൊറ്റ മുഫസ്സിറും പറയാത്ത ചില റിവായത്തുകൾ, സ്വഹീഹ് അല്ലാത്ത റിവായത്തുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഇവിടെ ഈ തെളിവ് സ്ഥാപിക്കാനാണ് മുസ്ലിയാർ ശ്രമിച്ചത്. അപ്പൊ പ്രമാണത്തിന്റെ പിൻബലത്തിലാണ് ഞാൻ വയൽ പറയുന്നത് എന്ന് ആമുഖത്തിൽ പറയാ, എന്നിട്ട് യുക്തിവാദത്തിലൂടെ തന്റെ വാദം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാ. ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഅൻ ബില്ലാ എന്ന് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഇമാം തുർമുദിയിലെ 6518 നമ്പർ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശറഅ് അൽബഊൻ നബവിയ്യ എന്ന ഗ്രന്ഥത്തിന്റെ ഹദീസിന്റെ 53-ാമത്തെ പേജിൽ പറയുന്നു, ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹിനോട് സഹായം തേടണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? إشارة إلى أن العبد لا ينبغي له أن يغلق سره بغير الله بل يتوكل عليه في سائر الأمور. ثم إن كانت الحاجة التي يسألها لم تجري العادة بجريانها على أيدي خلقه كطلب الهداية والعلم في القرآن والسنة وشفاء المرض وحصول العافية من بلاء الدنيا وعذاب الآخرة سأل ربه ذلك. പഠിച്ചോ, സിട്ടികയിൽ പെട്ടതും സിട്ടികയിൽ പെടാത്തതും രണ്ടാക്കി നിങ്ങളാ ശിർക്കിക്ക് പോയത് ആ കക്കുമ്പടി പറഞ്ഞത്. അങ്ങനെ പോയത് ഞങ്ങളാണെങ്കിൽ ആ ഒന്നാമത് ശിർക്കിലേക്ക് പോയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടി വരും. പിന്നെയോ ഈ ഹദീസിനെ വിശദീകരിച്ച ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പോയത് ശിർക്കിലേക്ക് പോയി എന്ന് പറയുന്നത്. കാരണം എന്താ? സിട്ടികയിൽ പെട്ടതും സിട്ടികയിൽ പെടാത്തതും ഉണ്ട്. ആത്യന്തികമായ സഹായം അല്ലാഹു തആലയുടെ തന്നെയാണ്. എന്നാൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രം ചോദിക്കേണ്ട സഹായം അത് അവന്റെ പടപ്പുകളോട് ഒരാളോട് ചോദിക്കാൻ പറ്റൂല. ജിന്നിനോട് പറ്റൂല, മലക്കിനോട് പറ്റൂല, ജീവിച്ചിരിക്കുന്നവരോട് പറ്റൂല, മരിച്ചവരോടും പറ്റൂല, കല്ലിനോടും മുള്ളിനോടും ബിംബത്തോടും ജാറത്തോടും ഒന്നും പറ്റൂല.
എന്നാ സിട്ടികളിൽ പെട്ടത് അള്ളാഹുവിന്റെ റസൂലിലൂടെ അല്ല അനുവദിച്ചത് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ലാത്ത, അഭൗതികമായ വിശ്വാസമില്ലാത്ത, പ്രാർത്ഥനാ മനസ്ഥിതിയില്ലാത്ത ആ കാര്യങ്ങൾ അള്ളാഹു തആല ഖുർആനിലൂടെ അനുവദിച്ചത് അതെന്ത് ചെയ്യാ, പരസ്പരം ചോദിക്കാം, അതിന് തെറ്റില്ല. അതാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി രണ്ടാമത്തെ സഹായമായി പറഞ്ഞത്. ഈ പറഞ്ഞത് മുഴുവൻ ഏതാ, ആമുഖത്തില് ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്? അഥവാ നോക്കൂ, നിങ്ങൾ വ്യക്തമായി തന്നെ പറയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ പ്രവർത്തനത്തിലൂടെ നടന്നു വരുന്നതല്ലെങ്കിൽ, അഥവാ അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം, സന്മാർഗലബ്ധി, ഹിദായത്ത്, വിജ്ഞാനം ലഭിക്കുക, ഖുർആനിലും സുന്നത്തിലും അറിവ് നേടുക, രോഗശമനം, ആരോഗ്യം ലഭിക്കുക, ഭൗതിക പരീക്ഷണങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കുക, പരലോകത്തിലെ അദാബിൽ നിന്ന് മോക്ഷം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കണം. എന്നാൽ ആ സൃഷ്ടികളുടെ കൈവിൽപ്പെട്ട കാര്യങ്ങളോ അത് ചോദിച്ചു, പിന്നെ സൃഷ്ടികളോട് അവരോട് ചോദിക്കണേന് എന്തില്ല, അത് ഇബാദത്തിന്റെ പരിധിയിൽ പെടൂല. അള്ളാഹ്ക്ക് മാത്രം അലൈസല്ലാഹു കാഫിൻ അബ്ദഹു എന്ന ആ റബ്ബിന് മാത്രം നൽകുന്നതിൽ പെടൂല മുസ്ലിയാരെ. ഇത് ആരാ പറയണത്? നബവി ഇമാം പറയാണ്, വഇൻകാനത്തിൽ ഹാജത്തു അല്ലത്തി യസ്അലുഹാ ജറത്തിൽ ആദത്തു അന്നല്ലാഹു സുബ്ഹാനഹു വതആല യജ്രി അലാ ഐദി ഖൽഖിഹി الحاجات المتعلق بالأصحاب الحرق وصناعه وولاة الأمور سعى الله تعالى أن يعرف قلوبهم. ഉണ്ടോ? സിട്ടികളുടെ കൈക്ക് നടന്നു വരുന്നതായ പ്രവർത്തനങ്ങൾ, അഥവാ പിന്നെ സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഒരാളടുത്ത് നമ്മൾ പൈസക്ക് വേണ്ടി കടത്തിന് പോവുകയാണ്, അപ്പൊ അത് അള്ളാഹിനോട് റബ്ബേ മൈമലേജിന്റെ അടുത്ത് 5000 രൂപ കൊണ്ടുവന്നുണ്ടാകുന്നല്ല. അള്ളാഹുവെ ഞാനിത് ആജിയടുത്ത് പോവുകയാണ്, ഞാൻ മാഷടുത്തേക്ക് പോവുകയാണ്, വളരെ ബുദ്ധിമുട്ടിലാണ്, അയാൾക്ക് 5000 രൂപ തരാൻ റബ്ബേ നീ മനസ്സ് കൊടുക്കണേ. അതാണ് ഇദാ സഅൽത ഫസ്അലില്ല വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് എന്ന് പറഞ്ഞത്. അല്ലാതെ ഭാര്യന്റെ അടുത്ത് പോയിട്ട് കഞ്ഞി വരുമ്പോ അലൈഹിസ്സലാഹു കാഫിനെ ബദൽ പറയുന്നവർക്ക് പറ്റുമോ? ബദറില് അള്ളാഹുന്റെ റസൂല് മലക്ക് അള്ളാഹിനോട് സഹായം തരുമ്പോ മലക്കുകൾ ഇറക്കി കൊടുത്തു. അപ്പൊ അള്ളാഹു തആല പോരെ എന്ന അറിവ് റസൂലുള്ളാഹിക്ക് ഇല്ലായിട്ടാണോ? ഈ ചോദ്യമെല്ലാം ജഹാലത്താണ്. സാധാരണക്കാരെ തിരിച്ചറിയുക. ഒരു അഹ്ലുസുന്നയുടെ പണ്ഡിതനാണെന്ന് പറഞ്ഞ് വന്നിട്ട് സാധാരണ മദ്രസയുടെ പഠിപ്പുര പോലും കാണാത്ത മുസ്ലിമായി ജനിച്ച ഒരു കുട്ടിക്ക് പോലും തിരിച്ചറിയാവുന്ന കാര്യം വരെ ഈ മുസ്ലിയാർക്ക് അറിയാതെ പോയെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇവരുടെ തൗഹീദിന്റെ കോലം എന്താണ്? ഇവരുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമായി നൽകേണ്ട ആ സഹായ അഭ്യർത്ഥന അത് അള്ളാഹിന്റെ ഒരു പടപ്പുകൾക്കും കൊടുക്കാൻ പാടില്ല. അത് കൊടുത്താൽ കൊടിയ ശിർക്ക് തന്നെയാണ്. അത് ചെയ്യുന്ന ആളുകൾ ആ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടല വേണ്ടത്. അല്ലാതെ മുശ്രിക്കാക്കിയോന്നും പറഞ്ഞിട്ട് നിലവിളിക്കുക, എന്നിട്ട് അതിന് മേമ്പൊടി ചേർത്തിട്ട് മുജാഹിദ് ബാരിഷെ പോലുള്ള ആളുകൾ 2.5 മണിക്കൂർ സംസാരിച്ച പ്രഭാഷണത്തിൽ നിന്നുള്ള ചില വാക്കുകൾ എടുത്തിട്ട് കണ്ടില്ലേ സുന്നികളെ കാഫറാക്കുന്നു, കണ്ടില്ലേ മുശ്രിക്കാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇവരെന്ത് ചെയ്യാണ്? വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറയാണെന്ത്? ഞങ്ങൾ 1000 വട്ടം കാഫറായവരാണല്ലോ, ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ മുശ്രിക്കുകളാണല്ലോ, എന്നാ ഞങ്ങളെ കുട്ടികളെ കെട്ടാൻ പറ്റുമോ ചോദിക്കാം. ഇവിടെ കക്കുംപടി മുസ്ലിയാർ ചോദിച്ചാൽ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിനെ വ്രണപ്പെടുത്തുക, അവരെ വികാരത്തെ ഉദ്ദീപിപ്പിക്കുക, എന്നിട്ട് വൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് മുജാഹിദുകളെ കാണുന്നിടത്ത് വെറുക്കുന്ന അവസ്ഥ ഉണ്ടാകുക. അപ്പോഴാണല്ലോ ഈ യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് സലഫികൾ പറയുന്ന യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് കേൾക്കാതിരിക്കുക. ആ പഴയ ഖുറാഫാത്തെ തന്നെ ആളുകൾ പിടിച്ചു നിർത്താൻ ചോദിക്കുകയാണ്, ഞങ്ങൾ വല്ലാക്കവിടെ അറുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് തിന്നാൻ പറ്റുമോ? മുശ്രിക്കല്ലേ? നിങ്ങളമ്മ നിങ്ങളെ വാപ്പ കുത്തുബിയത്ത് ചൊല്ലിയാലല്ലേ, മാലി മൗലിദ് പാടിയോലല്ലേ, ഓലെ സ്വത്തിന് അനന്തരം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. എന്നാ ഈ പറയുന്ന ആളുകളോ മുജാഹിദുകൾ കൊടിയ മുശ്രിക്കുകളാണെന്ന് എഴുതി വെച്ചതുണ്ട്. ഇല്ല, നിങ്ങൾ അടുത്ത തവണ ഒന്ന് പറയും, ഇൻഷാ അല്ലാഹ് ഞാൻ വായിച്ചു തരാം. മുനാഫിക്കുകളാണെന്ന് പറഞ്ഞവരുണ്ട്. ഞങ്ങള് ദീനുൽ ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്തു പോയാലാന്നാ പറഞ്ഞത്. അതൊക്കെ എഴുതി വെച്ച രേഖകളുണ്ട്. ഇങ്ങക്ക് കൃത്യമായി ഇവിടെ കക്കുംപടി തന്നെ സഹോദരങ്ങളെ അഹ്ലുസുന്നത്ത് പുറത്തുപോയ ഇസ്ലാം ദീനിന്റെ മുഖ്യ ശത്രുക്കളായ ഒന്നാമത്തെ വിഭാഗമാണ് ഖവാരിജികൾ. ആ ഖവാരിജികളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം പറയുന്ന സലഫികൾ എന്ന് പറയുന്ന, ചിലയിടത്ത് വഹാബികൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തെ ഖവാരിജികളോട് കൂട്ടിച്ചേർത്തിയിട്ട് ഇമാമുകളുടെ പേരിൽ ഒരു കളവും ചാർത്തി. അത് കേട്ടോളൂ, എന്നിട്ട് നമുക്ക് ചില എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഈ ഖവാരിജിയത്തിന്റെ തനിപ്പകർപ്പാണ് പിന്നീട് ലോകത്ത് കടന്നു വന്ന വഹാബിസമെന്ന് പറയുന്നത് നമ്മളല്ല. നമ്മളെങ്ങനെ ആരോപിച്ചെന്നൊന്നും പറയണ്ട, നമ്മളല്ല, ഇമാമിയങ്ങൾ പറയുന്നു. ലോകം കണ്ട വലിയ മഹാപണ്ഡിതന്മാര് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുലമ രൂപീകരിച്ചിട്ടില്ല.
അന്ന് മുജാഹിദ് എന്ന പ്രസ്ഥാനം രൂപീകരിച്ചിട്ടില്ലെങ്കിലും ഈ പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സായ വഹാബിസമുണ്ട്. ആ വഹാബിസത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറയുകയാണ്, ഖവാരിജ്യത്തിന്റെ തനി പകർപ്പാണ് വഹാബിസം. യുഖാലു ലഹുമുൽ വഹാബിയ. ഖവാരിജിയാക്കളുടെ സ്വഭാവം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞു, ഖവാരിജിയാക്കളെ തനി പകർപ്പാണ് പിൽക്കാലത്ത് കടന്നു വന്ന വഹാബികൾ. വഹാബികൾ ചെയ്ത പണി എന്താ? ലോക മുസ്ലിമീങ്ങളെ കാഫറാക്കി. അപ്പൊ എന്താണ് ഖവാരിജികളുടെ തനി പകർപ്പാണ് ആര്? വഹാബികൾ. എന്താ വഹാബികളുടെ പണി? ലോക മുസ്ലിമീങ്ങളെ കാഫറാക്കലാണ്. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഖ്യ ശത്രുക്കളാണല്ലോ ഖവാരിജികൾ, സംശയമില്ലല്ലോ. ആ ഖവാരിജികളുടെ നേർ പകർപ്പാണ് വഹാബികൾ എന്നാണ് നമ്മുടെ മുസ്ലിയാർ പറയുന്നത്. എങ്കിൽ സഹോദരങ്ങളെ, ആ വഹാബികളുടെ എത്ര ബന്ധുക്കൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്? അവര് എത്രയോ ആളുകൾ ഈ മുജാഹിദുകളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണില്ലേ? അതിന്റെ ഹുക്കുമെന്താ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് ദീനിനെ തീർക്കുന്ന സ്വഹാബത്തിനെ കുറ്റം പറഞ്ഞ അവരെ മക്കളെ കഴുത്തറുത്ത അവരെ ഭാര്യമാരെ ഗർഭാശയത്തിന് കീറിയിട്ട് കുഞ്ഞിനെ പുറത്തെടുത്ത് കൊന്നു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞല്ലങ്ങള്. ആ ഖവാരിജികൾ ചെയ്ത നിഷ്ഠൂര പ്രവർത്തനത്തെ എന്തിനാ കരഞ്ഞ് അഭിനയിച്ച് മുതലക്കണ്ണീരൊഴുക്കിയത്? എന്തിനാ ഒഴുക്കിയത്? ഈ ആദർശം കൃത്യമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം പറയുന്ന സലഫികളെ വഹാബികളെ കൂട്ടിക്കെട്ടിയെങ്കിൽ ആളുകൾ ഇതും അത് ഒന്നാന്ന് വിചാരിക്കുള്ളൂ. അപ്പൊ ദീൻ ഇസ്ലാമിന്റെ വൃത്തത്തിന് പൂർണ്ണമായും പുറത്തുപോയ ആൾക്കാരാണ് നമ്മൾ എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവാണ് ഒന്നത്. ഇനി രണ്ടാമത്തെ തെളിവ് കേൾക്കണം നിങ്ങൾക്ക്. വടശ്ശേരി ഹസൻ മുസ്ലിയാര് പറയുന്ന ഭാഗം നിങ്ങളത് കേട്ടോളൂ. സമസ്തക്കാരായ ആളുകളുടെ നേതൃത്വം പറഞ്ഞ പ്രമേയം എന്താണ് കേട്ടോളൂ. അതുകൊണ്ട് തന്നെ സമസ്ത രൂപീകൃതമായ ശേഷം സമസ്തയുടെ നേതാക്കന്മാർ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് സമുദായത്തിൽ വിള്ളലുണ്ടാക്കിയ ആളുകളെ ഒറ്റപ്പെടുത്തുക. വിള്ളലുണ്ടാക്കിയ ആളുകളെ ഏതെല്ലാം കോലത്തിൽ ഒറ്റപ്പെടുത്താൻ പറഞ്ഞു? അവരെ കണ്ടാൽ സലാം പറയാതിരിക്കുക, അവർ സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുക, അവരുടെ അംഗസംഖ്യ വർദ്ധിക്കരുത്. അതിനെന്ത് വേണം? അതിന് നിങ്ങൾ പെൺകുട്ടികളെ അവർക്ക് കെട്ടിച്ചു കൊടുക്കരുത്. പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കാതിരുന്നാൽ പിന്നെ അംഗസംഖ്യ കൂടുതലല്ലോ. അങ്ങനെ അവരുടെ അംഗസംഖ്യ കുറയാനും ഉള്ളവരുമായി നിസ്സഹകരിക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിങ്ങളെ ആഹ്വാനം ചെയ്തു. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നൊരു പണ്ഡിത സഭ സമൂഹത്തിന് മുമ്പിൽ ആഹ്വാനം ചെയ്തത് എന്താണ്? അവരോട് കൂടിപ്പെരുമാറാതിരിക്കുക, അവരുമായി കണ്ടുമുട്ടിയാൽ അവർക്ക് സലാം ചൊല്ലാതിരിക്കുക, അവർ സലാം ചൊല്ലിയാൽ മടക്കാതിരിക്കുക, അവരെ പിന്തുടർന്ന് നമസ്കരിക്കാതിരിക്കുക, അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാതിരിക്കുക, ഒന്നും പാടില്ല. അപ്പൊ എന്താണ്? എന്നിട്ട് പിന്നെയും പറഞ്ഞു, വഹാബി മൗദൂദി ഐക്യം അനിസ്ലാമികം എന്ന പുസ്തകത്തിന് 3-ാമത്തെ പേജിൽ പറയാണ്, ഇസ്ലാമിന്റെ പുറത്തുള്ള ശത്രുക്കളോട് കാണിക്കുന്നതിനേക്കാൾ കടുത്ത അമർഷവും വെറുപ്പുമാണ് വഹാബികളോട് മൗദൂദികളോട് കാണിക്കേണ്ടത്. അപ്പൊ നമ്മളോട് എങ്ങനെയാണ്? ഇസ്ലാമിനെ ശത്രുക്കൾ അവരോട് കാണിക്കണേക്കാൾ വലിയ ശത്രുത കാണിക്കണം. ഇത് മുജാഹിദ് ബാലുശ്ശേരി നിരീശ്വരവാദി ആയാലും കുഴപ്പമില്ല, സമസ്തക്കാരനാകരുത് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കണ പോലെയുള്ള വീഡിയോ ക്ലിപ്പുകളല്ലത്. ഇത് നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റാത്ത, തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റാത്ത, ഇതിനപ്പുറത്തൊന്നും പറയാൻ പറ്റാത്ത വരികളാണ്, നിങ്ങളുടെ വരമൊഴികളാണ് ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നത്. എന്ത്? പുറത്തുള്ള ശത്രുക്കളൊക്കെ ദീനിന്റെ ശത്രുക്കളെക്കാൾ കൂടുതൽ ശത്രുത ഇവരോട് കാണിക്കണം, വെറുപ്പ് കാണിക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാരായ സമസ്തയിലെ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരികളെ, നിങ്ങളുടെ കുടുംബത്തിൽ എത്ര മുജാഹിദുകളുണ്ട്, എത്ര ആളുകളുണ്ട്? അവർ നിങ്ങൾ ക്ഷണിച്ചാൽ അങ്ങോട്ട് പോകാറില്ലേ? അവർ ക്ഷണിക്കുമ്പോൾ അവർ നിങ്ങളുടെ അടുക്കലേക്ക് വരാറില്ലേ? ഈ ഒരു രക്തബന്ധത്തെ, കുടുംബബന്ധത്തെ മുറിച്ചു കളയാനല്ലേ മുസ്ലിയാർ ഇവിടെ വന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ ഹബീബുലാ യദ്ഖുലുൽ ജന്ന ഖാതിഉ റഹ്മീ, കുടുംബബന്ധം മുറിക്കുന്നവർ സ്വർഗത്തിൽ പോവില്ല. അപ്പൊ നിങ്ങൾക്ക് സ്വർഗം തടയാന്നുള്ളതാണ് ആവശ്യം. എന്താ? മുജാഹിദ് ആളുകളോട്, സലഫികളോട് ഒരു ബന്ധം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന രീതിയിലേക്ക് ആളുകളെ മാറ്റാൻ അദ്ദേഹം വൈകാരികമായി അവിടുന്ന് ചോദിച്ച ചോദ്യം എന്താണ്? ഞങ്ങളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? നിങ്ങൾ മുശ്രിക്കല്ലേ? എവിടെയെങ്കിലും സഹോദരങ്ങള്, മുജാഹിദുകള് ഇതുപോലെ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലോ. മുജാഹിദുകള് ശിർക്ക് എന്താണ്, കുഫർ എന്താണ്, അതുപോലെ ബിദ്അത്ത് എന്താണ്, ഹറാം എന്താണ്, അത് വിശദീകരിക്കും. തൗഹീദ് എന്താണ്, സുന്നത്ത് എന്താണ്, ആ തൗഹീദിൽ ഇസ്തിഹാസ എന്താണ്, അതുപോലെ ഇസ്തിസ്ഖാ എന്താണ്, അതുപോലെ തവസ്സുൽ എന്താണ്, ഇതെല്ലാം പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആ മാർഗരേഖയിൽ നിന്നുകൊണ്ട് മുജാഹിദുകൾ സംസാരിക്കും.
അപ്പൊ ശിർക്ക് ഞാൻ ചെയ്താലും സഹോദരങ്ങളെ ശിർക്ക് ചെയ്ത മുശ്രിക്ക് തന്നെയാണ്. കാരണം ഇന്ന ശിർക ലദുൽമുൻ അളീം, സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞതാണ് ശിർക്ക് കടുത്ത പാപമാണ്. 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 72-ലൂടെ, 4-ാം അധ്യായം സൂറത്തുൽ ഇസ്രാ 116-ലൂടെ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ 39-ാം അധ്യായം സൂറത്തുൽ സുമർ, അതുപോലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 10-11, സൂറത്തുൽ ബഖറ 2-ാം അധ്യായം 22, 23, 24 ആയത്തുകളിലൂടെ എല്ലാം അല്ലാഹു തആല ശിർക്കിന്റെ ഗൗരവം പറഞ്ഞിട്ടുണ്ട്. സ്വർഗം ഹറാമാകുന്ന, നരകം ശാശ്വതമാകുന്ന, ചെയ്തു കൂട്ടിയ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സ്വലാത്ത്, ദിക്ർ, ഖുർആൻ പാരായണം, കുടുംബ ബന്ധങ്ങൾ, സ്വാലിഹായ സൽക്രമങ്ങൾ ഓട്ടബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ, ഓട്ടച്ചാക്കിൽ വസ്തുക്കൾ നിറച്ച പോലെ പൊടിഞ്ഞ് തകർന്നു പോകുന്ന വൻ പാപമാണ് ശിർക്ക്. അത് പറഞ്ഞു കൊടുക്കണ്ടേ സമൂഹത്തിന് മുമ്പില്? അത് പറയുമ്പോഴേക്കും എന്നെ മുശ്രിക്കാക്കിയോ, എന്നെ കാഫറാക്കിയോ എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നാ പറയാനുള്ളത്. അപ്പൊ ചോദിക്കുകയാണ് മുസ്ലിയാരെന്ത്, ഞങ്ങൾ അർത്ഥം തിന്നാൻ പറ്റുമോ, ഞങ്ങളെ കുട്ടിനെ കെട്ടാൻ പറ്റുമോ, ഞങ്ങൾ അനന്തരം എടുക്കാൻ പറ്റുമോ, ഞങ്ങൾ പെൺതോട് നിസ്കരിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ഒക്കെ ചോദ്യമാണ്. ഇന്ന് ഈ ചോദ്യമൊക്കെ സമൂഹത്തിൽ യുവാക്കൾ നമ്മുടെ ഖുതുബ കേട്ട് പള്ളിയിലേക്ക് വരുന്നു, ആ പ്രദേശത്തൊരു മാറ്റമുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ മുസ്ലിയാർ അകറ്റാൻ വേണ്ടിയിട്ട് നടത്തുന്ന ധാനി പ്രയോഗങ്ങളാണെന്ന് നമുക്കറിയാം. കാരണം എന്താ, ഈ ഉള്ള മുസ്ലിയാർക്ക്, ഈ ഉള്ളവൻ തന്നെ അനവധി സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 1 തവണയും 2 തവണയും ഖണ്ഡനങ്ങൾ നടന്നിട്ടുണ്ട്. ചിലയിടത്ത് ഒറ്റപ്പെട്ടേ വരുള്ളൂ, ചിലയിടത്ത് 2 തവണ വരും, അതിനപ്പുറം പൂട്ടൂല. എന്താ, 1-2 വെടിക്കുള്ള മരുന്നേ ഉണ്ടാവുള്ളൂ. ഇനി ഈ പ്രവർത്തകന്മാർ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടവരുണ്ടെങ്കിൽ, ഇത് ശബ്ദം കേട്ട് റെക്കോർഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, നാളെ അല്ലെങ്കിൽ ഇതിനടുത്ത ദിവസം മുസ്തഫ ഷഫീഖ് അക്കുമ്പടിയെ കൊണ്ടുപോവാ, എന്നിട്ട് ഇതുപോലെ വൻപഴുവനായി മറുപടി പറയ്. അല്ലാതെ നിങ്ങളെ സംസാര ശൈലി മോശമാണ്, നിങ്ങൾ വെറുതെ തൊപ്പിൻ താടിയും വെച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല സഹോദര, ഇങ്ങനെ പറയാൻ പാടില്ല സഹോദര, നമ്മൾ 2 ഗ്രൂപ്പാണെങ്കിലും ആ രൂപത്തിലുള്ള നസീഹത്ത് ചമഞ്ഞുകൊണ്ടുള്ള കാപട്യ പ്രവർത്തനം അവിടെ മാറ്റിവെക്കി. ഇതിന്റെ ആദർശത്തെ ആരോഗ്യകരമായി ഏറ്റുമുട്ടിയിട്ട് തെളിയിക്ക്. നിങ്ങളെ കയ്യിൽ ഒറിജിനൽ സുന്നത്യമായിട്ടുണ്ടോ, അല്ല ഞങ്ങളാണോ ബിദ്അത്തിന്റെ കക്ഷികൾ? അത് പറയാതെ ഏതെങ്കിലും ആളുകൾ ജിന്നും ശൈത്താനും സിഹറും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ 4 ക്ലിപ്പുകൾ ഇട്ടിട്ട് തെളിയിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിൽ ആദർശമില്ല എന്ന് ബോധ്യപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ 3-ാമത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ പോവാണ്. എന്താണ്, ഞങ്ങൾ മുശ്രിക്കുകളും കാഫറുമാണ് നിങ്ങൾ പറയുന്നു. ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ അജണ്ട ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ വൈകാരികമായ തലങ്ങളിലേക്ക് ചില പ്രഭാഷകന്മാര് കടന്നു പോകുമ്പോൾ അവരെ നാവിലൂടെ വരുന്ന ചില പദപ്രയോഗങ്ങൾ, ആ പദപ്രയോഗങ്ങൾ അത് നസീഹത്തിന്റെ ശൈലിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഞങ്ങളൊക്കെ. അങ്ങനെ വരരുതേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുന്നവരായ ഞങ്ങളൊക്കെ. അല്ലാതെ സഹോദരങ്ങളെ, ആ ധാർമ്മിക രോഷമല്ലാത്ത, ശിർക്കിനോടും ബിദ്അത്തുകളോടും അമർഷമല്ലാത്ത ഒരു വെറുപ്പ് ഞങ്ങൾക്ക് മൂല്യന്മാരോടില്ല, മുതഅല്ലിമുകളോടില്ല, സമസ്തയിലെ സാധാരണക്കാരായ ആളുകളോടില്ല. ഞങ്ങൾ ഉൾക്കൊണ്ട വെളിച്ചം അവർക്കും കിട്ടട്ടെ. നാം പോകുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാതയിലൂടെയുള്ള സ്വർഗത്തിൽ മുൻഗാമികൾ കയറുന്ന സ്വർഗത്തിലേക്ക് നമ്മളും അവരും കടക്കട്ടെ എന്ന ആത്മാർത്ഥമായ സ്നേഹം മാത്രമേ ഞങ്ങൾക്ക് സമൂഹത്തോടുള്ളൂ. അത് ഞങ്ങൾ പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ അതിന് സ്വാധീനമുണ്ടാകുമ്പോൾ അവിടെ നിന്നും ഇവിടുന്ന് ഉദ്ധരി വായിച്ചിട്ട് കാഫറാക്കി, മുശ്രിക്കാക്കി, 1000 വട്ടം കാഫർ, 4 വട്ടം കാഫർ എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പോവുകയാണ്. എന്നിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നാൽ ഈ ചോദിച്ച മുസ്ലിയാരെ കൊണ്ട് തന്നെ സഹോദരങ്ങളെ ഞാൻ എന്ത് പറയിപ്പിക്കുകയാണ്, ഇദ്ദേഹം ബാഫഖി തങ്ങളുടെ ഒരു കറാമത്തായിട്ടൊരു കാര്യം പറയുന്നു. ഒരു പ്രദേശത്ത് പറയാം, അദ്ദേഹം ഹജ്ജിന് പോയി ഹറമിലെ വഹാബിയായ ഇമാമിനെ പിന്തുടർന്ന് കുറേ നിസ്കരിച്ച്. ഇവര് പറഞ്ഞ എന്താ, കൂടി പെരുമാറാതിരിക്കുക, നമസ്കരിക്കാതിരിക്കുക. കാരണം ഖവാരിജികളുടെ പിന്മുറക്കാരാണ് വഹാബികളെന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞു? ഏത് ഇമാം? അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഒരു ഇമാമ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം മുന്നോട്ട് കൊണ്ടുപോകുന്ന സലഫികൾ അല്ലെങ്കിൽ വഹാബികൾ അവര് ഖവാരിജികളുടെ പിന്തുണക്കാരാണെന്ന് പറഞ്ഞത് ഒരു തെളിവുകൾ ഉദ്ധരിക്കും. നോണ പറയാന്നിട്ട് ഇമാമുകളുടെ പേരിൽ കാച്ചിയ നല്ല സുഖല്ലേ? ആ ആളുകൾ നിങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ ഖവാരിജികളുടെ പിന്തുണക്കാരാണ് വഹാബികൾ. അപ്പൊ അവരെന്ത് ചെയ്യണം? അകറ്റണം. അവർ ദീനിന്റെ ശത്രുക്കളാണ്. അവർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അവരെ തുറന്ന് നിസ്കരിക്കാൻ പാടില്ല, അവർക്ക് നിസ്കരിച്ചു കൊടുക്കാനും പാടില്ല. ഇതൊക്കെ പറഞ്ഞ ആള് നമ്മളോട് ചോദിക്കുകയാണെന്ത്, ഞങ്ങളെ പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഞങ്ങളെ പള്ളിയിൽ വന്നിട്ട് ഈ തങ്ങള് ഖുതുബിയത്ത് നടത്തുന്ന ആളാണ്, മൂപ്പരെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണ്ടല്ലോ. ഈ ചോദ്യം ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കണത്? ബാഫഖി തങ്ങൾ ഹജ്ജിന് പോയി അദ്ദേഹം പിരിഞ്ഞു പോരിയുടെ തലേ ദിവസം അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത്ര എന്ത്, ഞാൻ ഇത്രയും ദിവസം ഹറമിലെ ഇമാമിന്റെ പിന്നിൽ നിന്നാണ് നിസ്കരിച്ചത്, ഇനി നാളെ ഹറമിലെ ഇമാമ് എന്റെ പിന്നിൽ നിസ്കരിക്കുന്നതാണ്. ആളുകൾക്ക് മനസ്സിലായില്ല. അവർ ചോദിച്ചു, ബാഫഖി തങ്ങളെ നിങ്ങളാണോ നാളെ ഹറമിൽ ഇമാം നിൽക്കുന്നത്? പുഞ്ചിരിയോടുകൂടി വീണ്ടും പറഞ്ഞു, ഹറമിലെ ഇമാമ് എന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്നതാണ്.
ഞങ്ങൾക്ക് മനസ്സിലായില്ല അതിന്റെ പൊരുള്. പിറ്റേ ദിവസം അദ്ദേഹം വഫാത്തായി. അപ്പോൾ ഹറമിലേക്ക് കൊണ്ടുവന്നു. ഹറമിലെ ഖവാരിജിനെ പിന്തുണക്കാർ വാദപ്രകാരം ഖവാരിജിന്റെ പിന്തുണക്കാരായ ദീൻ പൊളിയനായ ഹറമിലെ ഇമാം എന്ത് ചെയ്തു? അയാൾക്ക് ഇമാം അയാളെ മുന്നിൽ വെച്ച് നിസ്കരിച്ചു. അപ്പൊ അപ്പോഴാണ് മനസ്സിലായത് എന്ത്, ഇതുവരെ ഞാൻ ഹറമിൽ ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ചത്, നാളെ ഹറമിൽ ഇമാം എന്റെ പിന്നിൽ നിസ്കരിക്കും. അപ്പൊ മരണത്തിന്റെ സൂചന അദ്ദേഹത്തിന് കിട്ടി, മുൻകൂട്ടി പറഞ്ഞു. അതുകൊണ്ട് മഹാന്മാർ അങ്ങനെ നാളത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന പോലാണ് പറയാൻ വേണ്ടിയിട്ട് ഹിമാലയൻ നുണാന്ന് ഞാൻ പറയണില്ല. ഹിമാലയൻ നുണാന്ന് ഞാൻ പറയില്ല. അങ്ങനെ ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സാധാരണക്കാരായ ആളുകളും പറയാറുണ്ട്. അത് യോജിച്ച് വന്നിട്ട് അതിനൊരു കറാമത്താണെങ്കിൽ തന്നെ നമുക്കും അത്ഭുതമൊന്നുമില്ല. പക്ഷെ അത് വിചാരിച്ച് വാഫക്കി തങ്ങളെ വിളിച്ചു തരാൻ പറ്റുമോ? ആ കറാമത്തുള്ളവരോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അവരോട് ചോദിക്കാൻ പറ്റുമോ? അതിനൊന്നും ഒരു തെളിവില്ല. കറാമത്തും മുഅ്ജിസത്തൊക്കെ ദീനിലുള്ളതാണ്. അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അവന്റെ സൃഷ്ടികൾക്ക് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അല്ലാഹു തആല നടത്തുന്ന സംവിധാനമാണ്. അത് റബ്ബ് സുബ്ഹാനഹു തആലയിൽ മാത്രം അധിഷ്ഠിതമായ കഴിവാണ്. അത് പച്ചമരുന്നുകാരൻ പച്ചയിലകൾ ഇടിച്ച് അങ്ങാടിയിൽ ഇടിച്ച് പരത്തി അത് ഊറ്റിയിട്ട് കന്നാസിലാക്കി വിൽക്കുന്നത് പോലെ ഒരു ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടത്തിനുള്ള സ്വതന്ത്ര കഴിവേ അല്ല. അതുകൊണ്ട് ഇനി കറാമത്തായിട്ടാണെങ്കിൽ നമുക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞു മൂപ്പര് കൊണ്ടുവന്നപ്പോൾ എന്തായി? ഇവിടെ ഉന്നയിച്ച വലിയൊരു വാദം തകർന്നുപോയി. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ കേട്ടോളൂ. എന്നിട്ട് നമുക്ക് ആ ചോദ്യം തിരിച്ചു ചോദിക്കാണ്ട് കേട്ടോളൂ. ഇതല്ലേ ഏറ്റവും ഗൗരവമായിട്ട് പറയുന്നത്. അത് പാടിയിട്ടാണ് പാപകേസങ്ങൾ അടിച്ചു പോകുന്നത്. അതിന്റെ വേളയിൽ പാപകേസങ്ങൾ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് മുഖാമുഖിക്കുമ്പോ കടയിലേക്ക് നോക്കിയിരിക്കുമ്പോ തന്റെ കൂടെയുള്ള മലയാളികളോട് മഹാനായ പാപകേസങ്ങൾ ചോദിക്കുകയാണ്. ഇതങ്ങളെ കാരാണെന്ന് മനസ്സിലാക്കണം. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനേക്കുള്ള ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ പാർട്ടിയുടെ ബലപ്പെട്ട തങ്ങളുടെ ആ പാർട്ടിയുടെ ഉറക്കത്ത് തന്നെയാണ് പറഞ്ഞതില്ല. അതിന്റെ പേരിലല്ല ഞാൻ പരിചയപ്പെടുന്നത് മാത്രം. ആ പാർട്ടികൾ ആരാധനകൾ പഠിക്കണം, ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. മഹാനായ പാപകേസങ്ങളോ വഫാത്തിരിക്കുന്ന പാപകേസങ്ങളോ തന്റെ കൂടെയുള്ളവരോട് ചോദിക്കുകയാണ്, ഇന്ന് നമ്മൾ ആരുടെ പിന്നാലെയാണ് നിസ്കരിച്ചത്? കൂടെയുള്ളവർ പറഞ്ഞ് തങ്ങളെ എല്ലാ സംശയം നമ്മൾ ഹറമിൽ ഇമാമിന്റെ പിന്നാലെയല്ലേ? ഉടൻ തന്നെ പാപകേസങ്ങൾ പറയുകയാണ്, നാളെ ഹറമിലെ എന്റെ പിന്നാലെ നിസ്കരിക്കുന്നതാണ്. കൂടെയുള്ളവർ ചോദിച്ചു, തങ്ങളെ നാളെ അന്നാണോ ഇമാമ നിൽക്കുക? നാളെ അന്നാണോ ഇമാമ നിൽക്കുക? തങ്ങളെപ്പോഴും തിരിച്ചുകൊണ്ട് പറയുകയാണ്, നാളെ ഹറമിലെ ഇമാമിന്റെ പിന്നാലെ നിസ്കരിക്കുന്നതാണ്. ആർക്കൊന്നും മനസ്സിലായില്ല. പിറ്റേ ദിവസമല്ലേ നേരം വെളുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നു, തങ്ങളുടെ ജനാസ ഹറമിനെ കൊണ്ടുവരികയാണ്. കഅബയുടെ മുന്നിൽ വെക്കുന്നു. ഹറമിലെ ഇമാമ് പാപകേസങ്ങൾ പിന്നാലെ നിസ്കരിക്കുകയാണ്. നാളത്തെ മരണം ഇന്ന് മുൻകൂട്ടി കണ്ട മഹാനവേ. സഹോദരങ്ങളെ, ശബ്ദം കുറച്ച് സൗണ്ട് ഒരല്പം കുറവാണ്. കാരണം അതൊരു പബ്ലിക് സ്പീച്ച് മൊബൈൽ റെക്കോർഡ് ചെയ്തതാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ബാഫക്കി തങ്ങൾ അവരെ കൂടെ വന്ന അജ്ജിന് വന്നവരോട് പറഞ്ഞത്, ഇത്രയും ദിവസം ഞാൻ ഹറമിൽ ഇമാമിന്റെ പിന്നിലാണ് നിസ്കരിച്ചത്. അതിന്റെ ഹുക്കം എന്താ? കൂടി പെരുമാറാതിരിക്കുക, അവരെ കണ്ടാൽ സലാം ചെല്ലാതിരിക്കുക, മരിച്ച അവർക്ക് മയ്യത്ത് നിസ്കരിക്കാതിരിക്കുക, അവരോട് വിവാഹ ബന്ധം നിഷിദ്ധം, എല്ലാം പറഞ്ഞു. എന്ത്? ഇസ്ലാമിന്റെ ശത്രുക്കളോടുള്ളതിനേക്കാൾ അകൽച്ച കാണിക്കണം. ഇവിടെയും പറഞ്ഞു അയാൾ എന്ത്? ഖവാരിജികളുടെ പിന്മുറക്കാരാണ്. അപ്പൊ ആ ഖവാരിജികളുടെ പിന്മുറക്കാരാണല്ലോ ഹറമിലെ ഇമാമ്. ഹജ്ജ് എന്ന ഇബാദത്ത്, ഉംറ എന്ന ഇബാദത്ത് നിർബന്ധമായും ചെയ്യൽ അനിവാര്യമാണ്. അതിപ്പോ വഹാബി ഗവൺമെന്റ് അവിടെ ആയതുകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ മൗലവി, പറ്റൂല. അതിന് പോയിട്ട് ഓരോ വക്തും ഇമാമൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ചൂടെ? ബാഫക്കി തങ്ങൾ നിങ്ങളെക്കാളും ഈ വിഷയത്തിൽ അറിവുള്ള ആളാണല്ലോ. കക്കുംപടി മുസ്ലിയാരെക്കാൾ ഏറ്റവും അറിവുള്ള ആളല്ലേ, കിതാബ് ഓതിയ ആളല്ലേ. അപ്പൊ ആ കിതാബിൽ അദ്ദേഹത്തിന് ഇതൊന്നും കാണാൻ പറ്റിയില്ല. നിങ്ങൾ ഈ പറഞ്ഞ പ്രമേയമൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ലേ? ഒന്ന്. രണ്ട്, അയാൾക്ക് വേണ്ടി അയാളുടെ പിന്നിൽ ഇവർ നിസ്കരിച്ചു, അയാൾക്ക് വേണ്ടി ഇമാമ. അപ്പൊ രണ്ടും നടന്നു അവിടെ. വഹാബി ഇമാമിനെ പിന്തുണ നിസ്കരിച്ചു, വഹാബി ഇമാം ഇങ്ങോട്ട് നിസ്കരിച്ചു, രണ്ടും നടന്നു. ഇവർ പറഞ്ഞ പ്രമേയം ആ ഹുക്കുമ് ഞങ്ങളോട് ചോദിച്ചാൽ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി, ക്ലിയർ ആയി. പിന്നെ
ഞങ്ങളെ മൊല്ലാക്ക അർത്ഥത് നിങ്ങൾക്ക് തിന്നാൻ പറ്റുമോന്നാ ചോദിക്കണത്. എന്താ മൂല്യർ നിങ്ങളെ കഥ? ദീനുൽ ഇസ്ലാം പഠിച്ചിട്ടില്ല നിങ്ങൾ? വേട്ടനായെ ബിസ്മി ചൊല്ലിയിട്ട് അണ്ട് അയച്ചാൽ ആ വേട്ടനായി കടിച്ചു കൊണ്ടുവരുന്നത് വരെ നമുക്ക് ഹലാലാന്നാ. അതിനേക്കാൾ മോശം നിങ്ങളെ മൂല്യര് നാട്ടിലെ അറിവർത്തനം മൊല്ലാക്ക. എന്തിനാ നിങ്ങളാ മൊല്ലാക്കാനെ മോശാക്കണേ? എന്തിനാണ് അറിവ് നടത്തുന്ന മുസ്ലിയാരെ മോശാക്കണേ? നിങ്ങൾ ഈ ചോദ്യത്തിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഇസ്ലാം ദീനിൽ ഒരു മൃഗത്തെ വേട്ടനായ ബിസ്മി ചൊല്ലി അയച്ചാൽ ആ ബിസ്മി ചൊല്ലി അയച്ച വേട്ടനായ കടിച്ചു കൊണ്ടുവരുന്നത് ഹലാലാണ്. അതാ ഇസ്ലാം ദീന്. എന്നിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഉച്ചരിച്ച ആളല്ലേ? ആ ആളുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങളിൽ അന്ധവിശ്വാസം അനാചാരം ഖുറാഫാത്തുണ്ടെങ്കിൽ അത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിയാൽ പോരെ? അതിന് ഷഹാത്തിൽ പുതുക്കേണ്ട ആവശ്യമുണ്ടോ? ആരും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ വെറുതെ ജനങ്ങളുടെ മുമ്പിൽ വസ്വാസം ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഞങ്ങളിൽ നിന്ന് അകറ്റുക, അതാ നിങ്ങളുടെ സ്വഭാവം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാളും ഈ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താകുന്ന സലഫി അഖീദയിലേക്ക്, ഈ പ്രസ്ഥാനത്തിലേക്ക്, ഈ മാർഗത്തിലേക്ക് വരുമ്പോൾ പോയി ഷഹാത്തിൽ ചൊല്ലി പാടാന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. മഹാന്മാരായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് ഉലമാക്കൾ ആരും അങ്ങനെ ഒരു ഷർത്തും വെച്ചിട്ടുണ്ടോ? ഖുറാഫാത്തും ശിർക്കും ഈ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവും. അത് തിരുത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്ന ആളുകളോട്, കാഫിറുകളോട്, മുശ്രിക്കുകളോടുള്ള നിലപാട് പറ്റൂല. മൻ സല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബീഹതന ഫലഹു മിന്നാ. ഹദീസ കേട്ടോ? മൻ സല്ലാ സ്വലാത്തന, ആര് നമ്മുടെ നമസ്കാരം നമസ്കരിക്കുന്നുവോ, വസ്തഖ്ബല ഖിബ്ലതന, നാം തിരിയുന്ന ഖിബ്ലയിലേക്ക് ആര് തിരിയുന്നുവോ, ഫഅകല ദബീഹതന, നാം അറുത്തത് ആര് തിന്നുന്നുവോ, വഹുവ മിന്നാ, അവർ നമ്മൾപ്പെട്ടവരാണ്. മുജാഹിദീങ്ങളെ കല്യാണത്തിന് വരുന്നില്ലേ? മുജാഹിദീങ്ങള് കല്യാണത്തിന് വരുന്നില്ലേ? മുജാഹിദീങ്ങളുടെ കൂടെ നിസ്കരിക്കണില്ലേ? അതേപോലെ തന്നെ ഈ മുജാഹിദീങ്ങൾ നിസ്കരിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കുന്നു, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, നമ്മൾ സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഇസ്ലാമിന്റെ ഈ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നവർ നമ്മളിൽപ്പെട്ടവരാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞാൽ നിങ്ങൾ നമ്മളിൽപ്പെട്ടവരല്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അപ്പൊ നമ്മൾ ലാഭം കിട്ടണം, അത് കിട്ടൂല. എന്നിട്ട് അത് വെച്ചിട്ട് സമൂഹത്തിന് മുമ്പിൽ വ്രണപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം? ഖുറാഫാത്തിൽ ഉറപ്പിച്ചിരുത്തണം. അതിനല്ലേ മൂല്യം നിങ്ങൾ ഈ കാഫറാക്കണ കാര്യത്തിന് വല്ലാതെ മെനക്കെട്ടത്. അതുകൊണ്ട് ഇതൊരു മറുപടി പ്രഭാഷണമായതുകൊണ്ട് ക്ഷമിച്ച് സഹോദരങ്ങളെ കേൾക്കണം. കാരണം ഇതിൽ തെറ്റിദ്ധരിച്ച ആളുകൾ നാളെ ഇത് കാണണം. ഈ കേരളക്കരയിലുടനീളം ഈ ക്ലിപ്പുകളിട്ട് ഈ രൂപത്തിലുള്ള പഴയ വീഞ്ഞ് പുതിയ വീഞ്ഞ് കുപ്പിയിൽ എന്ന് പറഞ്ഞതുപോലെ എല്ലായിടത്തും ഇത് പറഞ്ഞിടക്കുന്ന ഈ സമസ്തയിലെ APEK വിഭാഗത്തിലെ സഖാഫികളാകട്ടെ, ഫൈസികളാകട്ടെ, അതുപോലെ തന്നെ ഇത്തരം ഹുദവികളാകട്ടെ, ധാർമ്മികളാകട്ടെ, അവരുടെ എല്ലാം തനി നിറം ഈ വിഷയത്തിൽ അറിയണം. എങ്കിലേ സമൂഹം അവരുടെ കരങ്ങളിൽ രക്ഷപ്പെട്ട് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ പാതയിലേക്ക് കടന്നു വരുള്ളൂ. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ നമ്മൾ കേൾപ്പിക്കുന്നത്. അപ്പൊ ശിർക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ എതിർത്താൽ മുശ്രിക്കാക്കി എന്നാണെങ്കിൽ, പിന്നെ റഹ്മത്തുള്ളാഹി കാസിമി മൂത്തേടം അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ പ്രഭാഷണത്തിൽ